ഹലോ, വെൽക്കം ടു അവർ ചാനൽ നില വ്ളോഗ്സ്. നമുക്കിന്ന് സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. കോവക്ക, ഉള്ളി, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, അതൊക്കെ കുറച്ച് വേവുള്ളതല്ലേ. അപ്പോൾ അതൊക്കെ കുക്കറിൽ പരിപ്പിൻ്റെ കൂടെ വേവിച്ചെടുക്കും. അപ്പോൾ തക്കാളി, വഴുതന, അതൊക്കെ വേറെ ഒരു ചീനച്ചട്ടിയിൽ വേവിച്ചെടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ വേവുള്ള കഷ്ണങ്ങളൊക്കെ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ ഒരു വിസിൽ, പരിപ്പ് ഉള്ളതാണെങ്കിൽ 2 വിസിൽ, അല്ലെങ്കിൽ ഒരു വിസിൽ, അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് വെണ്ട, തക്കാളി, വഴുതന കൂടി ചേർത്ത് കൊടുക്കാം. കോല എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, മുരിങ്ങാക്കോല്. അപ്പോൾ അതുണ്ടായാലും അതുകൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇവ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരുപാട് ഞാൻ വേവിക്കാറില്ല. എനിക്കധികം വേവിക്കാത്ത കഷ്ണങ്ങളാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് വേവിച്ചെടുക്കാം. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വേവിച്ചെടുക്കാം. സാമ്പാറൊക്കെ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റുമല്ലോ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതിന് തേങ്ങ വറുത്തെടുക്കാം. തേങ്ങ ഞാൻ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വറുത്തെടുക്കാം. എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നന്നായി വറുത്തെടുക്കാം. ഞാനതിലേക്ക് പരിപ്പ് കൂടി ചേർത്ത് കൊടുക്കാറുണ്ട്. ഇതിൻ്റെ തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്, കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കാം. ഇതിലേക്ക് ഇതാ ഞാൻ പരിപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ നിറാകുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുക്കാം. നിറം മാറി വരുന്നുണ്ട്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നന്നായി ഇളക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് പാകത്തിന് കിട്ടും. അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് തണിഞ്ഞതിന് ശേഷം ഇത് കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് തക്കാളിയും വെണ്ടക്കയൊക്കെ വേവിച്ചത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി ചേർത്ത് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട്. അപ്പോൾ ആവശ്യത്തിന് അതിലേക്ക് ജാറിലേക്ക് ചൂടുവെള്ളം കൂടി ചേർത്തിട്ട് കറക്റ്റ് പാകാക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് സാമ്പാർ പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് തിളക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ ചെയ്തിട്ടില്ലാത്തവർ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.